ഹായ് ഓൾ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ട്രിഗ്നോമെട്രിയിലെ എക്സാമ്പിൾ 5 ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പം നോക്കാം എങ്ങനെയാണ്. അപ്പം ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഇഫ് ദി ആർക്ക് ഓഫ് സെയിം ലെന്ത് ഇൻ 2 സർക്കിൾസ്, 2 സർക്കിൾസ് ഉണ്ട്. ഈ 2 സർക്കിൾസിന്റെയും ആർക്ക് ലെന്ത് എന്താണ്, സെയിം ആണെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 2 സർക്കിൾസിന്റെയും ആർക്ക് ലെന്ത് സെയിം ആണ്. എത്ര നമുക്ക് എത്ര, ഇപ്പം ഞാനത് എന്ന് റെപ്രസെന്റ് ചെയ്യുവാണേ. ദെൻ സബ്സ്റ്റൻഡഡ് ആംഗിൾസ് എത്രയാണ്, 65 ഡിഗ്രിയും 110 ഡിഗ്രി. അപ്പൊ ഇതിന് ഞാൻ 65 ഡിഗ്രി കൊടുക്കുന്നു, ഇവിടെ ഞാൻ എത്ര കൊടുക്കുന്നു, 110 ഡിഗ്രി എന്ന് കൊടുക്കുന്നു അറ്റ് ദ സെന്റർ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദി റേഡിയൈ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഇവിടുത്തെ R1ഉം ഈ സർക്കിൾസിന്റെ R2 ഇതിന്റെ രണ്ടിന്റെയും റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓൾറെഡി ഇവിടെ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം, ഓൾറെഡി നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, എന്താണ്, L ഈക്വൽ ടു R തീറ്റ എന്നല്ലേ. അപ്പോ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്, length of arc of first circle, L equal to, ലെന്ത് സെയിം ആണല്ലോ, റേഡിയസ് മാത്രം മാറുക. സോ R1 തീറ്റ എന്ന് കൊടുക്കുന്നു. അപ്പൊ R1 എത്രയാന്ന് നമുക്ക് അറിയത്തില്ല, ലെന്ത് സെയിം ആണെന്നറിയാം. ഇനി ഇൻറ്റു തീറ്റ എത്ര വരും, ഫസ്റ്റ് വണ്ണില് 65 ഡിഗ്രി അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിഗ്രി നമുക്ക് നേരെ ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഇല്ല. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കൺവേർട്ടിങ് ഇൻറ്റു റേഡിയൻസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഈക്വൽ ടു R1 ഇൻറ്റു ഇതിന്റെ ഡിഗ്രിയിലെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, 65 ഇൻറ്റു പൈ ബൈ 180 അല്ലെ, ഡിഗ്രി 180 ഡിവൈഡ് ബൈ പൈ ബൈ 180 ഇൻറ്റു ഡിഗ്രി എന്നല്ല കൊടുക്കുക. അപ്പൊ 65 ഇൻറ്റു പൈ ബൈ 180 എന്ന് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും, R1 ഇൻറ്റു ഇതിനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും, 13 പൈ ബൈ എന്ന് വെച്ചാൽ 13 പൈ എങ്ങനെയാണ് കിട്ടുന്നത്, ഈ 180യും 65 അല്ലേ. അപ്പം 65 ഡിവൈഡഡ് ബൈ 5, 65 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 13 എന്ന് കിട്ടും. 180 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ എത്ര വരും, ഇവിടെ 36. അപ്പൊ നമുക്കിവിടെ എന്ത് വരും, 13 പൈ ബൈ 36 എന്ന് വരും എൻ്റെ. അപ്പൊ ഡിഗ്രി എപ്പോഴും തന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ തീറ്റ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിനെ റേഡിയനിലേക്ക് കണ്ടുപിടിക്കും. അപ്പൊ R1 ഇൻറ്റു 13 പൈ ബൈ 36. ഇത് നമ്മളിപ്പോൾ എന്താ ചെയ്ത, ലെന്ത് ഓഫ് ദി ആർക്ക് ഓഫ് ഫസ്റ്റ് സർക്കിൾ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് സർക്കിളിന്റെ നോക്കണം. ഇതിപ്പോ R1 മാത്രമല്ല നമ്മൾ ചെയ്ത് വെച്ചേക്കും. അപ്പൊ ഇനി ഇതിന്റെ നോക്കണം, ഏതാണ്, ഈ സർക്കിളിന്റെ നോക്കണം. അപ്പോൾ ലെന്ത് ഓഫ് ആർക്ക് ഓഫ് സെക്കൻഡ് സർക്കിള്, അപ്പൊ അതെന്ത് വരും, L ഈക്വൽ ടു R2 തീറ്റ. R2 എത്രയാ നമുക്ക് അറിയത്തില്ല, തീറ്റ ഇവിടെ എത്രയാന്ന് നിൽക്കുന്നത്, 110 ഡിഗ്രി. അപ്പൊ എന്ത് ചെയ്യേണ്ട, സെയിം പ്രൊസീജിയർ, ഈ ഡിഗ്രി എന്ത് ചെയ്യണം, റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ കൺവേർട്ടിങ് ഇൻറ്റു റേഡിയൻസ് എന്ന് കൊടുക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ഈക്വൽ ടു R2 ഇൻറ്റു ഈ 110 ഡിഗ്രി റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം, 110 ഇൻറ്റു പൈ ബൈ 180. അപ്പോൾ 110 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും, ഇവിടെ 11 എന്ന് കിട്ടും. അപ്പൊ R2 ഇൻറ്റു 11 ഇൻറ്റു പൈ ബൈ 180 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 80. ഓക്കെ, അപ്പൊ ഫൈനൽ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, R2 ഇൻറ്റു 11 പൈ ബൈ 80 എന്ന് കിട്ടും ഫൈനൽ. ഇനി നമുക്ക് എന്ത് ചെയ്യണ്ടേ, R1ന്റെയും R2ന്റെയും റേഷ്യോ അല്ലേ നോക്കേണ്ടത്. സോ നമുക്കിത് എങ്ങനെ എഴുതാം, നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ലെന്ത് ഓഫ് ഫസ്റ്റ് ആർക്ക്, രണ്ടിന്റെയും സെയിം ആർക്ക് ലെന്ത് എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നല്ല പറഞ്ഞത്. സോ ലെന്ത് ഓഫ് ഫസ്റ്റ് ആർക്ക് ഈക്വൽ ടു ലെന്ത് ഓഫ് സെക്കൻഡ് ആർക്ക് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എത്ര കിട്ടിയേക്കുന്ന, ലെന്ത് ഓഫ് ഫസ്റ്റ് ആർക്ക് L ഈക്വൽ ടു R1 ഇൻറ്റു 13 പൈ ബൈ 36 ഈക്വൽ ടു ലെന്ത് ഓഫ് സെക്കൻഡ് ആർക്ക് എത്ര കിട്ടിയേ, R2 ഇൻറ്റു 11 പൈ ബൈ 180 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്, റേഷ്യോ ഓഫ് റേഡിയൈ അല്ലേ, R1 ബൈ R2. അപ്പോൾ ഇവിടെ ഈ ഇൻറ്റു ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ R2 വരുമ്പോൾ ഇങ്ങോട്ട് നമ്മൾ ഡിവൈഡഡ് ആവും അല്ലേ. ദെൻ ബാക്കി ഇവിടെ എന്തുണ്ട്, 11 പൈ ബൈ 18 ഇൻറ്റു ഇവിടുത്തെ ഡിവൈഡഡ് ബൈ 36 മേലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ എന്താവും, ഇൻറ്റു ആവും അല്ലേ, മേലെ വരും അല്ലേ. അതുപോലെ ഇത് ഇവിടെ വരും, താഴെ വരും അല്ലേ, 13 പൈ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ. ഇനി ഫൈനലായിട്ട് ഇവിടെ എങ്ങനെ നമുക്ക് ഇത് എഴുതാൻ പറ്റുക, ഇത് 6ന്റെ മൾട്ടിപ്പിൾ പോവില്ലേ, ഇവിടെ എന്ത് വരും, 18 തന്നെ പോവുമല്ലോ.
ഇവിടെ 1ഉം ഇവിടെ എന്ത് വരും 2ഉം വരുമില്ലേ. സോ നമുക്കിവിടെ എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റും? ഫൈനലായിട്ട് 22 ഡിവൈഡഡ് ബൈ 13 പൈ എന്ന് വരുമില്ലേ. ഈ പയ്യും കട്ടാവൂലേ. ഫൈനൽ എന്ത് വരും? 22 ഡിവൈഡഡ് ബൈ 13 എന്ന് വരും. അപ്പൊ നമ്മുടെ റേഷ്യോ എന്ത് വരും? R1:R2 എന്ന് പറഞ്ഞാൽ 22:13 എന്ന് വരും. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക. അപ്പൊ ഫൈനലായിട്ട് എന്ത് കൊടുക്കണം? റേഷ്യോ ഓഫ് റേഡിയസ് ഈക്വൽ ടു 22:13. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടിനെ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക് യു. ഇനി അടുത്ത വീഡിയോ നമ്മൾ എക്സസൈസ് ആയിരിക്കും കേട്ടോ ചെയ്യുക.